53 സങ്കീർത്തനം 2 വാക്യം നമുക്ക് വായിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അത്യുന്നതനായ ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർ ആരൊക്കെയെന്ന് ദൈവം സദാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനത്തിൻ്റെ ആരംഭഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ഇന്ന് രാവിലെ വലിയവനായ ദൈവം സകല മനുഷ്യരെയും നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമില്ല എന്ന് പറയുന്ന ധാരാളം ആളുകളുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനാധാരമായി അവർ അനേക കാര്യങ്ങൾ ലോകത്തിൻ്റെ മുൻപാകെ നിരത്തിവെക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതെല്ലാം മൗഢ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുന്നു. തിരുവെഴുത്തിൽ പറയുന്നതായ കാര്യങ്ങൾ എത്രയോ കൃത്യവും വ്യക്തവുമായിട്ടുള്ളതാണ്. തിരുവെഴുത്തിനെ അതേപടി വിശ്വസിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവവചനം നമ്മോട് കൽപ്പിക്കുന്നതായ കാര്യങ്ങൾ കൃത്യമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്ന് ദൈവവചനം അസന്നിഗ്ധമായി പ്രഖ്യാപനം ചെയ്യുകയാണ്. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സദാ മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വഷളത്വം പെരുകിയിരിക്കുന്നൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുള്ള ലോകത്തിൽ നാം അധിവസിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം പറയുകയാണ്, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. അത്രമാത്രം ലോകം അധപ്പതിച്ചു പോയിരിക്കുന്നു. നന്മ ചെയ്യാത്ത വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ കണ്ടുകൊണ്ട് ദൈവവചനം പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആരുണ്ട് എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടുന്നത്? നാം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം വളരെ ഗൗരവത്തോടുകൂടെ
തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ ദാവീദ് രാജാവ് പറയുന്നതായ ഒരു കാര്യമുണ്ട്. അത് വളരെയേറെ ശ്രദ്ധേയമാണ്. 1 ദിനവൃത്താന്തം 15-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ദാവീദ് രാജാവ് പറയുകയാണ്, നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്, ചില നിബന്ധനകളുണ്ട് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 6-7 അധ്യായങ്ങൾ നാം ഇതോടനുബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ടത് ആവശ്യമാണ്. യഹോവയായ ദൈവത്തിൻ്റെ പെട്ടകം ഇസ്രായേലിൽ നിന്ന് ഫെലിസ്ത്യർ പിടിച്ചെടുത്തു കഴിഞ്ഞ് അവർ അതിനെ മടക്കി അയച്ചപ്പോൾ ആ പെട്ടകം കുന്നിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ ഏതാണ്ട് 20 വർഷക്കാലം ഇരുന്നു. ആ 20 വർഷക്കാലം വലിയവനായ ദൈവത്തോട് ഇസ്രായേൽ വിലപിച്ചു എന്നാണ് കാണുന്നത്. ഈ വിലാപത്തെ മാറ്റുവാനായി പെട്ടകത്തെ സിയോൻ നഗരത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദാവീദും കൂടെ ഉള്ളവരും ഇറങ്ങി പുറപ്പെടുന്നതായ കാഴ്ചയാണ് ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതോടനുബന്ധിച്ചുണ്ടായതായ സംഭവ വികാസങ്ങൾ ദാവീദിനെ വല്ലാതെ ഭ്രമിപ്പിച്ചു എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഭയപ്പെട്ടു പോയതായ ദാവീദ് പറയുകയാണ്, നാം നിയമപ്രകാരമല്ലല്ലോ ദൈവത്തെ അന്വേഷിച്ചത്. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ചില നിയമങ്ങളും നിബന്ധനകളുമുണ്ട് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു നിബന്ധനയാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ നാം വായിച്ചത്. 1 ദിനവൃത്താന്തം 15-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ദാവീദ് രാജാവ് പുരോഹിതന്മാരോട് പറയുന്നതായ ഒരു കാര്യം, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ എന്നാണ്. അങ്ങനെ ദൈവത്തോട് അടുത്തു വരുന്നവൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ലോകപ്രകാരമുള്ള ഏതെങ്കിലും കാര്യങ്ങളോട് സമീപിക്കുന്നത് പോലെ അല്ല നാം ദൈവത്തോട് അടുത്തു വരേണ്ടുന്നത്. ദൈവത്തോട് അടുത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം നമ്മിലേക്ക് തന്നെ നാം നോക്കുക എന്നുള്ളതാണ്. നമ്മെ തന്നെ ശോധന ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. അങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കുവാൻ സാധിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ആരംഭ ഭാഗം മുതൽ അവസാനം വരെ നാം വായിക്കുമ്പോൾ ദൈവവചനം നമ്മോട് കൽപ്പിക്കുന്നതായ കാര്യം അതുതന്നെയാണ്. നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരണം. അങ്ങനെ ശോധന ചെയ്ത അനേക വ്യക്തികളുടെ ചരിത്രമാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്യുകയും തന്നെത്താൻ ദൈവം മുൻപാകെ സമർപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു വ്യക്തിയിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് ദൈവമക്കളായി ദൈവം കാണുന്നത്. ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നാം ദുർമനസാക്ഷി നീങ്ങിമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. നോക്കുക, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എങ്ങനെയാണ് ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടുന്നത്? പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലേണ്ടത് ആവശ്യമാണ്. വലിയവനായ ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. നാം ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ നാം അവിടുത്തെ മുൻപാകെ അടുത്ത് ചെല്ലണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ നോക്കുന്നതായ ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പരമാർത്ഥ ഹൃദയമാണോ ഉള്ളത്, അതോ ദൈവം മുൻപാകെ നാം കളങ്കിതരായിരിക്കുന്നുവോ എന്നൊന്ന് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്ന ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ആ അനുഗ്രഹം നമുക്കും ലഭിക്കുവാൻ ഇടയാകട്ടെ. നന്മ ചെയ്യുന്നവൻ ആരുമില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ ദൈവം മുൻപാകെ അടുത്തു വന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ, കർത്താവേ, ഞങ്ങൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ഞങ്ങളെ തന്നെ ഞങ്ങൾ ശോധന ചെയ്യുന്നു, അവിടുത്തെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കണികയും ശോധന ചെയ്യുവാൻ, ഓരോ അംശവും ശോധന ചെയ്യുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ പരമാർത്ഥ ഹൃദയത്തോടെ ഇന്ന് രാവിലെ ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. യാതൊരു മനസ്സാക്ഷിയും ഇല്ലാത്ത ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ലൗകിക മനുഷ്യരെക്കാൾ ഉപരിയായി ക്രൈസ്തവ സമൂഹത്തെ നാം നോക്കുമ്പോൾ മനസാക്ഷിയെല്ലാം മരവിച്ചു പോയ
അനേക സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ പ്രിയമുള്ളവരെ? വിശ്വാസഗോളത്തിലാണ് വാസ്തവത്തിൽ നാം ശോധന ചെയ്യേണ്ടുന്നത്, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യേണ്ടുന്നത്. അങ്ങനെ നമ്മുടെ ദുർമനസാക്ഷിയെല്ലാം മാറിയിട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇന്ന് രാവിലെ നിയമപ്രകാരം ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്കിടയായിത്തീരണം. കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം, നമ്മെ തന്നെ ശോധന ചെയ്യാം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വ്യസനത്തിനുള്ളതായ സകല കാര്യങ്ങളും മാറ്റിക്കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ സുബോധത്തോടെ അടുത്തു വന്ന് നമ്മെ തന്നെ ശോധന ചെയ്ത് ദൈവ മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് ഇന്ന് രാവിലെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അനുനിമിഷം തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നതായ ലോക സാഹചര്യങ്ങളുടെ മധ്യത്തിൽ വലിയവനായ ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ അന്വേഷിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരായി ഭക്തമതികളായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ദൈവം മുൻപാകെ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാനും കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് നിയമപ്രകാരം അവിടുത്തെ അന്വേഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരമാർത്ഥ ഹൃദയത്തോടെ അവിടുത്തെ അന്വേഷിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗങ്ങളിൽ ഞങ്ങളെ നടത്തണമേ. കർത്താവെ, ഇന്ന് രാവിലെ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അത് അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, അവർ പരമാർത്ഥ ഹൃദയത്തോടെ അവിടുത്തെ മുൻപാകെ അടുത്തു വരുവാൻ അവരെ ഇടയാക്കണമേ. അങ്ങനെ അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ അവിടുത്തെ മുൻപാകെ സമർപ്പിക്കുകയാണ്. അവിടുത്തെ സ്വർഗീയ ദൂതന്മാരുടെ കാവലിൽ സുരക്ഷിതരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.